ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ബാംഗ്ലൂർ വിടുകയാണ്. ഇനി ഹൈദരാബാദ് ഇന്ന് പിടിക്കണം. ഇനി ഹൈദരാബാദ് ബിരിയാണി കഴിക്കുന്ന പ്ലാനിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി ബാക്ക് പാക്കൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിന്. ഇന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ ഇന്ന് ഓപ്പൺ ആക്കി കേട്ടോ. പൈസയൊക്കെ ഒന്ന് പോയിന്, ഓനെ എയർപോർട്ട് പോയിന്. ഇന്നോന് ദുബായി പോകാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എനിക്ക് പോയിന്. അമ്മമാർ പറഞ്ഞു ഇന്നലെ രാത്രി പാക്കിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈമായി ഉറങ്ങാൻ. അപ്പോൾ വിട്ടാലോ. കഴിഞ്ഞ് അത്യാവശ്യം നല്ല ലഗേജ് കേട്ടോ. ഇതാ സാധനം കയറ്റണം. അന്നേരം ഞങ്ങൾ വണ്ടിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മാറ്റിട്ടോ. ഇൻഡിക്കേറ്റർ പൊട്ടിയില്ലേനോ. അപ്പോൾ ഇന്നലെ കൊറിയർ ഇവിടെ എത്തിനി. ഇന്നലെ രാത്രി ഞങ്ങൾ മാറ്റിയിട്ട് വണ്ടി ഒന്ന് മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കാണിച്ച്. കാരണം ആ വരെ വന്നിട്ട് ഫുള്ള് ചളിയാണ്. ഇനി ഡോഫ് ബോക്സ് കൊണ്ട് കയറ്റണം കേട്ടോ. ഓക്കെ നിങ്ങളവിടെ എത്തി? എയർപോർട്ടിലുള്ള വെയിറ്റ് ചെയ്യണോ? ഇറങ്ങേ. ഓക്കെ, ഞങ്ങൾ പോയി വരാം. പോയി വരാം. ഓക്കെ, ശരി. താങ്ക് യു. ഞങ്ങളോട് ഇറങ്ങിയിട്ടാ റൂമൊക്കെ പഴയ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ലഗേജൊക്കെ റീപാക്ക് ചെയ്ത് കയറ്റി കൊടുക്കട്ടെ. സാധനങ്ങളൊക്കെ വീണ്ടും ജേണി തുടരുകയാണ്. 3 ദിവസത്തെ ബാംഗ്ലൂർ ജീവിതം. സംഭവം ഇവിടെ ഭയങ്കര രസമല്ലേ? അങ്ങനെ റൂം കുത്തക്കാനാണ് രസം. സംബന്ധിച്ച് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അത്യാവശ്യം കഴിയുന്നമാരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് സെറ്റ് ഫുള്ള് സെറ്റാക്കിയിട്ട് സാധനം ഫുള്ളോടെ. സമയം 8:30 എനിക്ക് വെച്ചിങ്ങനെ സെറ്റാക്കി ആയപ്പോൾ 8:30. വീണ്ടും ഞങ്ങൾ മിനിഞ്ഞാന്ന് ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ബാത്തിൻ്റെ പരിപാടി. ഓരോരോ ദിവസം ഓരോരോ വിഭവങ്ങൾ നമുക്ക്. ഇന്ന് നമ്മൾ ഇഡ്ഡലി വട ടേസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് കുഴപ്പമില്ല, കാരണം അത്യാവശ്യം നല്ല ഹോട്ടലിനുണ്ട്. ഇതിന് മുമ്പ് വന്നതാണ്. കുഴപ്പമില്ലാത്ത ഫുഡാണ്. ലാസ്റ്റത്തെ ബാംഗ്ലൂർ ഫുഡാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ഹൈദരാബാദ് ഫുഡ് കഴിക്കാറ്. ഞാൻ ചായ കൂടി നിൽക്കുക നമുക്ക് പറഞ്ഞാൽ. ഇവിടുത്തെ ചായ വലിയ നേക്ക് കിട്ടിയില്ല. അവസാനത്തെ ചായ പോട്ടെ. എവിടെയോ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ. അതല്ലേ ഞങ്ങൾ പോയില്ല, നിങ്ങളെ കാണൂലായിരിക്കും. എയർപോർട്ട് റോട്ടിൽ ഇങ്ങനെ കയറിയപ്പോൾ അങ്ങനെ ആലോചിച്ച് നിങ്ങൾ ലഡാക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തും. നിങ്ങളിങ്ങനെ ലഡാക്ക് ആ മറ്റേ മലേന്റെ ചെരുവെന്ന് ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അമ്പിളിയില് മറ്റേ ഇവൻ വരൂലേ, സൈക്കിൾ കൊണ്ടുവരുന്നിട്ട് വരും. നമ്മള് മനാഫ്ഖാനെ കാണാൻ പറ്റി വലിയ കിട്ടലായി. കാരണം ഇവരെ കാണാതെ പോയതൊരു എടുക്കാറുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന ഹൈദരാബാദ് പോകുന്ന ബൈക്ക് പെട്രോൾ ഫില്ലിങ്ങാണ് 103. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ റേറ്റ് കൂടി വരെ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഓരോരോ പൊക്കം പണിക്കാറുണ്ട്. കോയക്കിണർ അടിച്ച് നിറഞ്ഞ പൈപ്പിലേക്കാവോ നിൽക്കാലോ. സ്റ്റോപ്പിൽ എടുത്താണ് മുക്കിയെടുക്കുക. ടാങ്ക് 100 सेटअप इतना पेट्रोल हमारा उधर डालो, उधर है हमारा कैन में डालो. ടാങ്ക് നിറച്ചുകൊണ്ട് ഫുള്ള് ഓവർഫ്ലോ. അപ്പോൾ അതിൽ കുപ്പി നിറഞ്ഞുകൊണ്ട് അതിൽ ഓവർഫ്ലോ. 10 रुपये का पेट्रोल इधर भी है, वो भी डालो उधर. എന്ത് ചെയ്യാനത്. അങ്ങനെ ഗായ്സ് നമ്മൾ ബാംഗ്ലൂർ വിടുകയാണ്. ഇനി ആന്ധ്രാപ്രദേശിൽ വെൽക്കം ചെയ്യുന്നു നമ്മൾ. ഒരു 1:30 കഴിയുമ്പോൾ ഒരു ദാബയിൽ എത്തിയിട്ട് ഒരേ ബൈക്കിൽ 10 ജില്ലാ കിലോമീറ്റർ ഓടാണ്ട്. കാജു കറി സാധനങ്ങളൊക്കെ ഇറക്കിച്ചപ്പോൾ തന്നെ ഒരു സമാധാനമാണ്. റോഡിട്ട് ഇങ്ങനെ പോരല്ലേ, കൈ കൊണ്ട് ഇട്ടടിക്കും. പിന്നെ വീണ്ടും നേരെ 300 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം ഒരു 200 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി നമുക്ക് സാധനം. ദാലുരുട്ടി കറി പറഞ്ഞല്ലോ. കാജു കറി, ഉണ്ടിപ്പരിപ്പ്. കാജു കറി ഇത് ആദ്യമായിട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ള വരെ ഫുൾ അണ്ടിപ്പരിപ്പാട്ടോ. ഒന്നും പറയണ്ട, ദിക്കല്ലിട്ടല്ലേ സൈഡൊക്കെ. അങ്ങനെ മണം, നല്ല മണം. കണ്ടിട്ടുണ്ട് ഒരു ഫീൽ ഉണ്ട്. പാർസലാക്കേണ്ടി വരുമല്ലോ.
അടിപൊളി ഡാൽ രസമുണ്ട്. കാജു കറി വിത്ത് ഡാൽ റൊട്ടി ഇപ്പോൾ കണ്ട് കാര്യട്ടത് അതുകൊണ്ട് മുകളിൽ ഫുള്ള് ഓടാണത്. ചൂട് വെക്കാൻ വേണ്ടിയിട്ട് ഓടിക്കണമെങ്കിൽ ഫുള്ള് നമ്മളെ അവിടെ മറ്റേ സീലിങ് ചെയ്യാൻ ഓടുണ്ട്. സാധനം തീരുന്നില്ല കേട്ടോ. ആദ്യം 4 പറഞ്ഞേ, അത് 4 തിന്ന്. കറി അപ്പോഴും മുകളിൽ ഫുള്ള് കറക്കാം. 200 രൂപയ്ക്ക് നല്ല അടിപൊളി വറുത്തിട്ട കറി. നല്ല സാധനം കേട്ടോ. എരു കുറച്ചുള്ളതുകൊണ്ട് എരു പറഞ്ഞാൽ അതിക്ക് കൂട്ടുമ്പോൾ വാങ്ങാല്ലേ. ഒറ്റക്ക് നമ്മളെ വരുള്ളൂ. ഏതായാലും കേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് കുറേ ഉണ്ട്. ഞാനത് കഴിക്കാണ്ട് തിന്നിട്ടില്ല. എല്ലാവരും നേരം തിന്നു ഒറ്റക്ക് തിന്നിട്ടില്ലേ. അല്ല ഉണ്ട്. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുഴുവൻ ബാധിക്കുന്നുണ്ടോ. ഇതൊക്കെ ഇതാക്കട്ടെ. അണ്ടിപ്പരിപ്പ് ശരി ഇത് കളയാൻ പറ്റുമോ? 2:59 അവിടെ ഇറങ്ങിയ പോത്തിന് ഏകദേശം 1.5 മണിക്കൂർ നേരെ അവിടെ കുത്തറാണ്. കുറേ നേരം റെസ്റ്റോറൻറ്റ് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചാണ്. പോന്ന് ഞങ്ങളിതാ ഹൈദരാബാദിക്ക് 267 കിലോമീറ്ററിലോട്ട് എടുത്തിട്ടാണ്. 2 ദിവസം കർണാടകയിലുള്ള ഫുള്ള് തിരക്ക് കൂടെ പോയ ഞങ്ങൾക്ക് ഈ ഹൈവേ കിട്ടുമ്പോൾ ഭയങ്കര സുഖമാണ്. നല്ല റോഡ് അടിപൊളി. ഇത്രയും 1500 കിലോമീറ്റർ ഓടണമെങ്കിലും ആ ഒരു ക്ഷീണം നമുക്ക് തോന്നും. 4 മണി കേട്ടോ. ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ കുറച്ചേരം റെസ്റ്റ്. നല്ല സൈറ്റാണ്, അടിപൊളി. വണ്ടികളിങ്ങനെ ഹൈവേ തൊട്ട് ചായരം ചെറിയൊരു പിന്നെ പാടം കണ്ട് ഇങ്ങനെ ഇരിക്കാം. 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പോവാം. ഉറക്ക ക്ഷീണം മാറ്റാം. നാല് 56 സമയം. റെസ്റ്റ് എടുത്തുകൊണ്ടേ നിൽക്കും. ഓടിക്കൊണ്ടേ നിൽക്കും. അതാണ് ഞങ്ങളുടെ പരിപാടി. ഇപ്പോൾ അത് കസാലൊക്കെ ഇട്ടോടെ കുത്തർന്ന് ഇപ്പോൾ നീച്ച് പോകട്ടെ. ഇനി പോയേക്കട്ടെ. ഹൈദരാബാദ് എത്തിയിട്ട് ഉറങ്ങിച്ചെടുക്കണം. ഉറക്കം വരുന്നില്ല. ഇനി ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം ഹൈദരാബാദ്? അല്ലല്ലോ ഇല്ല. ആപ്പ് തെറ്റാക്കും. അപ്പോൾ എന്നാൽ ശരി ഗായ്സ്, ഞങ്ങൾ വന്ന് പോവാണ്. നല്ല ഹൈവേ. കുറച്ച് ഡ്രോൺ ഷൂട്ടൊക്കെ കുത്തറാണ്ട് നല്ല പാടം ബാക്കിലാണ്. അടിപൊളി സെറ്റ്. ഇങ്ങനെ ആയിട്ട് ഇനി വണ്ടിനെ കുറച്ച് ഷൂട്ടൊക്കെ എടുക്കണം. പോകണ്ടല്ലോ. ലഡാക്ക് പോയൊക്കെ വെറൈറ്റി ഷൂട്ടുകൾ ഇൻഷാല്ലാ. എയറിൻ്റെ ഫ്ലൈറ്റ് വെച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ ആപ്പ് അങ്ങനെ ലഡാക്കല്ലേ പോണേ. ലഡാക്ക് അങ്ങോട്ടാണ്. हैदराबाद अभी हैदराबाद दिल्ली ऐसा वाला हैदराबाद दिल्ली लद्दाख सेफ जर्नी हैप्पी जर्नी बाय थैंक यू सर कार्ड नहीं फोन पे ഇവിടെ കാർഡ് എടുക്കുന്നത് ഇട്ടത് വേറെ കമ്പിലൊക്കെ ഞങ്ങൾ പോകുന്നു 150 രൂപ 150 कार्ड കാർഡുണ്ട് 10 लीटर 10 ലിറ്റർ ഒഴിച്ച് നോക്കട്ടെ. നാട്ടിൽ നല്ല പോയിന്റ് മുട്ടി ഏകദേശം എത്ര ഉണ്ടാവും? 6:30 സൂര്യാസ്തമയത്തിന് സമയപ്പോൾ ഞങ്ങൾ വീണ്ടും ചായ അടിക്കാൻ നിർത്തി. ഇത് നിർത്തുമ്പോൾ വീഡിയോ എടുക്കണോണ്ട് കാരണം അത്യാവശ്യം നല്ല റണ്ണിങ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഒരു 100-150 കിലോമീറ്റർ ഓടി ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഇപ്പം നമ്മൾ എത്ര ഓടി ഉണ്ടാവും? 50 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇപ്പോൾ നിർത്തിയത് കേട്ടോ. മൊത്തത്തിൽ 400 കിലോമീറ്ററിന് മേലെ ഓടി ഒറ്റ ഓട്ടം. ഇപ്പോൾ ചായ എടുക്കാൻ നിർത്തി. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തില്ലെങ്കിലേ ഈ പണിയാവും. ഒരു ചായ എടുക്കണം. മുട്ട ആക്കണം. മുട്ടനെ ഡ്രൈവ് ആണോ നമുക്ക് വണ്ടി വെക്കാം. നമ്മൾ യാത്ര പോയ ആൾക്കാരൊക്കെയും വണ്ടിന്ന് നോക്കണം. വട്ടം കൂടി ഡയലോഗ് അടിച്ചിട്ട് നമ്മൾ ആരും നോക്കില്ല. ഫുൾ ചർച്ചയാണ്. മാഷാഅല്ലാ സെൽഫൊക്കെ വേണ്ട. ഹൈദരാബാദ് എത്ര നേരമായിട്ടോ. ഇപ്പോൾ സൈഡിൽ കണ്ടങ്ങൾ ഫുള്ള് ഇത് സൈക്ലിങ്ങിനും നടക്കാനുള്ള വഴിയാണ്. അതിനുള്ള ബൈക്കും കാര്യമൊന്നും കഴിയില്ല. അതിനുള്ള ബൾബും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയാണ്. കുറേ ദൂരമുണ്ട് സംഭവത്തത്. പെട്ടെന്ന് നമ്മൾ ടൗണൊക്കെ എത്തിയൊരു ഫീൽ കിട്ടും. ഫുള്ള് ബിൽഡിങ്ങുകളുടെ മുമ്പിൽ ഭയങ്കര രസമുണ്ട്.
കുറേ ബിൽഡിങ്ങൾ ഇറങ്ങിയിട്ട് ഇതേ കാടായുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു പൊസിഷനിക്കാൻ പറ്റും. സമയം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. എത്തിയിട്ട് കുറച്ച് നേരം റൂമിൽ പോയി നോക്കല്ല റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നു. പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ രാത്രി കിടക്കാളൊക്കെ നിൽക്കണം. മൊത്തം അയക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ സെക്യൂരിറ്റിയും കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് സീനില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടി ഇറക്കണ്ട, വലിയ കിട്ടില്ല. വണ്ടി ഫുള്ളി സെക്യൂർ ആക്കിട്ടോ. കണ്ടൊരു ഗോൾഡ് റിങ് വലിയൊരു വണ്ടി നിർത്തി പോയല്ലേ, ഇതിൽ ലഗേജും കാര്യമൊക്കെ കൊടുത്ത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കല്ല റൂം പോകാം.